ഓം ശാന്തി. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എനിക്ക് ദേഷ്യം വന്നു പോകുന്നു, അവർ കാരണം ഞാൻ ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കാരണം ദേഷ്യപ്പെട്ടു, ഒരു സാഹചര്യം കാരണം ദേഷ്യപ്പെട്ടു. ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ നിങ്ങൾ വീക്കാണ് എന്നർത്ഥം. നമുക്കൊരു വ്യക്തിയോട് ദേഷ്യം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി കാരണം ദേഷ്യം തോന്നുന്നു, ഒരു സാഹചര്യം കാരണം ദേഷ്യം തോന്നുന്നു എന്നതിനുപരി ഞാൻ ദേഷ്യപ്പെടണം എന്ന് തീരുമാനിച്ചു, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു, അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നതെങ്കിൽ അത് ഓക്കെ. കാരണം എൻ്റെ തീരുമാനം ഞാൻ പ്രവർത്തിച്ചു. മറിച്ച് ഒരു വ്യക്തി കാരണം, ഒരു സാഹചര്യം കാരണം ഞാൻ ദേഷ്യപ്പെട്ടു പോയി, അവരാണ് എൻ്റെ ദേഷ്യത്തിൻ്റെ കാരണക്കാരൻ, അവരെന്നെ മൂഡ് ഓഫ് ആക്കി, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൺട്രോളിൻ്റെ റിമോട്ട് മറ്റൊരാളുടെ കയ്യിലാണ് എന്നർത്ഥം. അപ്പോൾ എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. പുറമേ നിന്നൊരാൾ എങ്ങനെ ആഗ്രഹിക്കുന്നോ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇമോഷൻ എൻ്റെ ഉള്ളിൽ സംജാതമാകുന്നു, അഥവാ എനിക്കുണ്ടാകുന്നു. അതിന് നമുക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാൻ എല്ലാവരെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്, എല്ലാത്തിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നർത്ഥം. ദിവസവും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്പം സമയം ചെലവഴിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നിയന്ത്രണം നിങ്ങൾക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. ശരീരത്തിന് എക്സസൈസ് ആവശ്യം എന്നതുപോലെ തന്നെ മനസ്സിനും ബുദ്ധിക്കും എക്സസൈസ് ആവശ്യമാണ്. മനസ്സിനും ബുദ്ധിക്കും നൽകുന്ന എക്സസൈസാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിരാവിലെ സമയം ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക, അതായത് മെഡിറ്റേഷന് വേണ്ടി ചിലവഴിക്കുക. ദിവസവും 30 മിനിറ്റ് സമയം പ്രഭാതത്തിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നിയന്ത്രണം അവരുടെ കയ്യിൽ ഏറ്റെടുക്കാൻ സാധിക്കും. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും സ്വന്തം നിയന്ത്രണം സ്വന്തം കയ്യിൽ ഏറ്റെടുക്കാൻ വേണ്ടി പ്രഭാതത്തിൽ അവനവനിൽ ശ്രദ്ധിക്കൂ, അവനവൻ്റെ ചാർജിങ് നടത്തൂ. ഒരു ജീവിതയാത്രയിൽ ഏറ്റവും ആവശ്യം ആത്മനിയന്ത്രണമാണ്. അതുകൊണ്ട് സ്വയം അതിരാവിലെ മെഡിറ്റേഷൻ ചെയ്യാനും അവനവൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഓം ശാന്തി.